പവനായി ശവമായി. ഇസ്രയേൽ, ഇറാൻ, അമേരിക്ക യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലാര് ജയിച്ചു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അമേരിക്ക പറയുന്നു അമേരിക്ക ജയിച്ചു, ഇസ്രയേൽ പറയുന്നു ഇസ്രയേലും ജയിച്ചു. ഇറാൻ വിടുന്നുണ്ടോ? ഇറാൻ ഓൾറെഡി സെലിബ്രേഷൻസ് തുടങ്ങി. പിന്നെ ഇതിൽ ആര് ജയിച്ചു, ആര് തോറ്റു? എനിക്കൊരു എത്തുപിടി കിട്ടുന്നില്ല. ഇവരെല്ലാം ഇത്രത്തോളം ദീർഘവീക്ഷണമില്ലാത്ത രാജ്യ നേതാക്കന്മാരാണോ? ഒരു സുപ്രഭാതത്തിൽ ഇസ്രയേൽ ഇറാനെ അടിക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു, അമേരിക്ക അതിൻ്റെ കൂടെ കയറി അടിക്കുന്നു. നമ്മളില്ല നാട്ടിൻപുറത്തെ ചന്തയിലെ അടി പോലെയാണ്. ആരെങ്കിലും നമ്മൾ വെളുത്തിട്ട ഏതെങ്കിലും ഒരു ഗുണ്ട കൂടെ കൂടും, പിന്നെ അതൊരു കൂട്ടത്തല്ലായി. ഇത്രയ്ക്ക് മോശമാണോ ഈ ലോക രാഷ്ട്ര നേതാക്കന്മാർ? ഇതിലാർക്ക് നഷ്ടം? ഇറാനിൽ 10-300ഓളം പേര് മരിച്ചു, ഇസ്രയേൽ 10-30ഓളം പേര് മരിച്ചു, അമേരിക്കയ്ക്ക് ആരും പോയില്ല. അപ്പോൾ ഈ ജനത, മരിച്ചവരുടെ വീടുകളിലുള്ള സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ മാത്രമേ ഇതിനകത്ത് തോറ്റുള്ളൂ. ഞാൻ ഈ നടക്കുന്ന ലാഘവത്തോടെ ഈ വീഡിയോ എടുക്കുന്നത് പോലാണ് ഈ രാജ്യ തലവന്മാർ അവരുടെ പട്ടാളത്തെ ഉപയോഗിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ലോകത്തിന് വരുത്തുന്നതെന്ന് തോന്നുന്നു. ഇതിൽ ഒരുപക്ഷെ മോദി ഈ പിക്ചറിലേ ഇല്ല. അതുകൊണ്ട് തന്നെ പിക്ചറിലില്ലായിരുന്ന മോദി ഇതിനകത്തൊരു വിജയം അവകാശപ്പെടാൻ പറ്റത്തുമില്ല. എന്നിരിക്കലും യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായി വിജയിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ ഇതിലെങ്ങാനും ഇടപെട്ട് ഇത് സമാധാനം ഉണ്ടാക്കുമോ എന്നുള്ള പേടിയിൽ ട്രംപ് ചാടി വീണ് ആ ബോംബർ ഫ്ലൈറ്റുകൾ കൊണ്ടുവന്ന് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെല്ലാം ഇട്ട് നശിപ്പിച്ചു എന്ന് ട്രംപ് പറയുന്നു. ഇറാൻ പറയുന്നു ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ഇറാൻ പ്രതീകാത്മകമായി തിരിച്ച് അമേരിക്കൻ ബേസ് അറ്റാക്ക് ചെയ്തു. പക്ഷേ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് പറഞ്ഞ് ദേ വരുന്നു, ഞങ്ങളുടെ മിസൈൽ നിങ്ങൾ മാറിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാം മാറ്റി. അപ്പോൾ അവിടെ അവർക്ക് നഷ്ടമുണ്ടായില്ല. അപ്പോൾ ഇതിൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് ഇപ്പം ആകെ പേടി ഇപ്പം ഇന്ത്യ മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. അമേരിക്കയ്ക്ക് പകരം ആര്, ലോകത്താര് എന്നുള്ള ഒരു ചോദ്യത്തിന് ചെറുതായെങ്കിലും ഒരു ആൻസർ കൊടുക്കാൻ ഇന്ത്യ പൊളിറ്റിക്കലി സ്ട്രോങ് ആയി വരുന്നു. ഫൈനാൻഷ്യലി ഉടനെ തന്നെ സ്ട്രോങ് ആവും. അപ്പോൾ ട്രംപ് അണ്ണൻ്റെ പേടി ഇതായിരുന്നു, മോദി എങ്ങാനും കയറി ഇടപെട്ട് ഇത്, കാരണം ഇന്ത്യയുമായിട്ട് സൗഹൃദ ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇസ്രയേലും ഇറാനും. മോദി എങ്ങാനും കയറി ഇടപെട്ട് ഇതങ്ങ് തീർത്ത് കളഞ്ഞാൽ പിന്നെ ട്രംപിന് അടിക്കാനും പറ്റത്തില്ല, ട്രംപിന് ക്ലെയിം ചെയ്യാനും പറ്റത്തില്ല. ഇപ്പോൾ ബോംബിട്ടിട്ടാണേലും ട്രംപ് പറയുന്നു രണ്ടുപേരും എഗ്രി ചെയ്തു, എല്ലാവരെയും അഭിനന്ദിച്ചു. എന്താ പിള്ളേർ കളി വല്ലതാണ്? എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, യുദ്ധം തീർന്നു, മിഡിൽ ഈസ്റ്റ് ശാന്തമായി, എയർ സ്പേസ് ഓപ്പണായി, എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാം. ഞാൻ ബാല വേണു, വഴിനോട്ട കാഴ്ചകളിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന്.